പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്ന ഒരു പ്രധാന കാര്യം പറയാനാണ്. അതായത് കേരളത്തിലെ ജനങ്ങളോട്, സഹോദരങ്ങളെ, നിങ്ങൾ ഒരു കാര്യത്തിലും രാഷ്ട്രീയ പാർട്ടിയോ മതമേലധ്യക്ഷന്മാരെയോ മതങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരെ വിശ്വസിക്കരുത്. നമ്മുടെ ആരാധനാലയങ്ങൾ കൊള്ളയടിക്കുന്നവരെ രാഷ്ട്രീയ പാർട്ടികൾ വിട്ടാലും അവർ ഇതും പറഞ്ഞെല്ലാം നമ്മളെ ഓരോന്ന് പറഞ്ഞ് കേൾപ്പിക്കും. പക്ഷേ അവരാരും ഒന്നും അന്യോന്യം ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ കടമയാണ് നമ്മുടെ ആരാധനാലയങ്ങൾ കൊള്ളയടിക്കുന്നവരെ പിടിച്ച് ശരിയാക്കേണ്ടത്. ഏതായാലും കോടതി ഇടപെട്ടിട്ടുണ്ട് ശബരിമലയുടെ കാര്യത്തിൽ. ഇനിയും പറയാമല്ലോ, കോടതിയെ പോലും രാഷ്ട്രീയ പാർട്ടികൾ വെട്ടി മാറ്റി അവരെ ഒതുക്കും. ആ സംഭവം പലയിടത്തും പല കാര്യത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ വന്നാലും ശബരിമല എന്നല്ല, ഏത് ആരാധനാലയം, ക്രിസ്ത്യൻ്റെ ആണെങ്കിലും മുസ്ലിമിൻ്റെ ആണെങ്കിലും ഹിന്ദുവിൻ്റെ ആണെങ്കിലും ആരാധനാലയങ്ങൾ കവർച്ച ചെയ്യുന്നവരെ ജനങ്ങൾ വിട്ടുകൂടാ. വിട്ടാൽ അത് നമുക്ക് തന്നെ ദോഷമാണ്. നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്തിരിക്കണം. അല്ലാതെ ഈ കണ്ടുമോന് കയറി കളിക്കാനുള്ള സ്ഥലമല്ല ആരാധനാലയങ്ങൾ. വിശ്വാസമില്ലെങ്കിൽ നീയൊക്കെ പോയി തൂങ്ങിച്ചാങ്ങിയിടാ. അല്ലാതെ മോട്ടിക്കല്ല വേണ്ട ആരാധനാലയങ്ങളിൽ. എന്ത് ചെയ്യാനാ ഇവനൊക്കെ മറിച്ചതാന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ മോശമായ ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ അവരെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഓരോ ആവുമാരും ഓരോ വേഷം കിട്ടും. അപ്പനെ തല്ലിക്കൊണ്ട് വെച്ച് വന്ന പാർട്ടി ആണെങ്കിൽ അവൻ്റെ കൂടെ ചേരും ഒരു സ്ഥാനം കിട്ടുമെങ്കിൽ. ഇതാണ് ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി. ഞാൻ ഇന്നലെ പറഞ്ഞു രാഹുൽ ഗാന്ധിയെക്കുറിച്ച്. വടക്കേ ഇന്ത്യയിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കോൺഗ്രസ്സിൽ നടക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ ഇന്നലെ ഏതോ ഒരു സംസ്ഥാനത്ത് 3 ഗ്രൂപ്പുകളാണ്. അവർ 3 ഗ്രൂപ്പ് കൂടെ ഉള്ള പ്രശ്നം തീർക്കാനായിട്ട് ഡൽഹിക്ക് വരാനായിട്ട് കേന്ദ്ര ആവശ്യപ്പെട്ടു. കേന്ദ്രം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രധാനികൾ അവരെ ഡൽഹിക്ക് വിളിച്ചിരിക്കുകയാണ്. ഇവിടെ രാഹുൽ കേരളത്തിൽ നിരങ്ങി നടക്കുക. രാഹുലിന് ശരിയായിട്ട് ഇന്നലെ കിട്ടി ഒരു അതിഥി തൊഴിലാളിയിൽ. അവന് തുറക്കാലത്തിൻ്റെ അതിനു മുമ്പേ കോൺഗ്രസിൻ്റെ ഒരാൾ ബൈക്ക് മേടിച്ച് ഇന്ത്യയിലാവും പറഞ്ഞ് തർജ്ജമ ചെയ്യുക. ഏതാ ആദിത്തൊഴിലാളി കേരളത്തിലുള്ള മലയാളിയേക്കാൾ 1 ഇഞ്ച് മുന്നോട്ടാണ് അവർ ചിന്തിക്കുന്നത്. അതായത് അവൻ പറഞ്ഞു, ഞാൻ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്, രാഹുൽ ഗാന്ധി ഹിന്ദിക്ക് ശരിയായിട്ടറിയാം, അതുകൊണ്ട് ഇടയ്ക്കാരും തർജ്ജമ ചെയ്യാൻ വരണ്ടെന്ന്. എന്തിന്? ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ നല്ലവരായ നേതാക്കന്മാർ അവൻ്റെ ഇത് മയക്ക് പിടിച്ച് മേടിച്ചിട്ട് അവരെ പറഞ്ഞു വിട്ടു. നാണമില്ലാത്ത കഴുതകളെ, നിങ്ങൾക്ക് ചുണയുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ വയ്യ? എന്തുകൊണ്ട്? ഇതൊക്കെ പൊക്കി പിടിച്ചോണ്ട് കൊണ്ടുവന്നിരിക്കുക. ഇവിടെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് നീയൊന്നും എങ്ങനെ രക്ഷപ്പെടത്തില്ല. എങ്കിലും നിങ്ങൾ അവസരത്തിൽ കാല് മാറി ചവിട്ടുന്നവരാണ്. കോൺഗ്രസ്സിന് ഒരുമിച്ച് ഭരിക്കാൻ ഇത് കിട്ടിയില്ലെങ്കിൽ ഉടനെ മറ്റൊരു പാർട്ടി അക്കൂട്ടത്തിലേക്ക് ചേരും. കാരണം കാശ് കിട്ടുന്നുണ്ട്, അധികാരം കൈ വരുന്നതല്ലേ, ഉടനെ കൈമാറും. ഇതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കേണ്ട കടമ നമ്മുടേതാണ്. അല്ലാതെ ഭരിക്കുന്നവരോ
ക്ഷേത്രമല്ല, പള്ളിയോ ഭരിക്കുന്നവരല്ല, ഭരിക്കുന്നവർ കട്ടുപിടിക്കും. അത് കണ്ടുപിടിച്ച് അത് നമ്മൾ സംരക്ഷിക്കേണ്ട കടമ നമ്മുടേതാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ കേരളത്തിലുള്ള ജനങ്ങൾ നമ്മുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കണം. നമ്മുടെ നിലനിൽപ്പ് അവിടെയാണ്. ദൈവങ്ങളുണ്ട്. കാലാകാലങ്ങളിൽ ഓരോരുത്തർ ലോകത്തിൽ പ്രത്യക്ഷപ്പെടും. അവർ ഒരു ദൂതന്മാരാണ്. അവരെ നമ്മൾ മറന്നു പോകരുത്. അവരെയും സംരക്ഷിക്കേണ്ട, അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മുടെയാണ്. അതുകൊണ്ട് എനിക്കിത്ര പറയാനുള്ളൂ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിക്കരുത്. അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി കൂട്ടത്തിലുള്ളവരെ തന്നെ കുതികാരം വിട്ടുന്നവർ ആ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ കടമ നമ്മൾ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ദൈവം നമ്മളോട് പൊറുക്കത്തില്ല.